ഹലോ എവ്രി വൺ. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പേപ്പർ കൊണ്ടുള്ള ഒരു അടിപൊളി സംഭവം എങ്ങനെ ഉണ്ടാക്കാന്ന് പറയാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു ടോയ് ആണ്. പേപ്പർ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടോയ്. ഇത് ആക്ച്വലി നമുക്ക് ഇങ്ങനെ സ്പിൻ ചെയ്ത് നമുക്ക് കളിക്കാൻ പറ്റുന്ന, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടാവുന്ന, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടോയ് ആണ് കേട്ടോ. ഇതുണ്ടോ, നമുക്കിങ്ങനെ ചുറ്റി ചുറ്റി കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ടോയ് ആണിത്. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് കാണുമ്പോൾ അയ്യോ ഇതെന്താ ഇങ്ങനെ ഭയങ്കര കഷ്ടമാണോ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടാവാറുണ്ട്. നമ്മൾ സ്ട്രെസ് റിലീഫിനൊക്കെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഗാഡ്ജറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ടോയ് ആണിത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയാലോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 15 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്ക്വയർ പേപ്പറാണ് കേട്ടോ. എന്നിട്ട് അതിനെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. മടക്കുമ്പോൾ കറക്റ്റായിട്ട് ലൈൻ വരുന്നില്ലേ എന്ന് നോക്കിയിട്ട് മടക്കുക. അതിനുശേഷം ഒന്നുകൂടെ മടക്കുക. നമ്മൾ ആക്ച്വലി പണ്ട് കാലത്ത് വീശറി ഉണ്ടാക്കില്ലേ, അതുപോലെ ഉണ്ടാക്കാൻ പോവാണ്. എന്നിട്ട് തിരിച്ചും മടക്കുക. നമുക്ക് നിറയെ മടക്കുകളും വരകളും കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് മടക്കാം. എന്നിട്ട് ഒന്നുകൂടെ ചെറുതാക്കി മടക്കുക. ഓക്കെ, അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും മടക്കുക. എത്രത്തോളം നിങ്ങൾക്ക് ചെറുതാക്കി മടക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കി വരണം. അത് വളരെ ചെറിയൊരു സാധനമാണ് നമുക്ക് കിട്ടേണ്ടത്, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇത്രയും നമുക്ക് പറ്റില്ല, ഒന്നും കൂടെ മടക്കണം. സോ അതുകൊണ്ട് ഒന്നുകൂടെ ഇപ്പുറത്തെ സൈഡും അപ്പുറത്തെ സൈഡും ഒന്ന് മടക്കുക. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾ രണ്ടും കൂടെ മടക്കിയാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് അത് മനസ്സിലാവും, നിങ്ങൾക്കത് കാണും മനസ്സിലാവുന്നതാണ്. സോ ഇങ്ങനെ ഇത്രയും ചെറുതായിട്ട് വരുന്ന തരത്തിൽ മടക്കുക. അത് നന്നായിട്ട് പ്രസ് ചെയ്യുക, കാരണം ആ ലൈൻസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് അത് തുറക്കുക. അപ്പോൾ ഇങ്ങനെ കുറേ ലൈൻസ് നമുക്ക് കാണും. ഓക്കെ, ഇനി പണ്ട് നമ്മൾ വീശർ ഉണ്ടാക്കില്ലേ, ഇങ്ങോട്ട് ഒരു മടക്ക് അങ്ങോട്ട് ഒരു മടക്ക്, പിന്നെ വീണ്ടും ഇങ്ങോട്ട് ഒരു മടക്ക്, പിന്നെ അങ്ങോട്ട് ഒരു മടക്ക്, അതുപോലെ നമ്മൾ ഉണ്ടാക്കി കളിക്കാറില്ലേ. സോ അതുപോലെ ഇതിനെയും ഒന്ന് കറക്റ്റായിട്ട് മടക്കിയെടുക്കുക. ഓക്കെ, സോ അത് സ്റ്റിഫായിട്ട് കറക്റ്റായിട്ട് മടക്കുക, നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, സോ ഇങ്ങനെ കുഴഞ്ഞ് പോയിട്ടുള്ള പേപ്പറൊന്നും ആവരുത്, സ്റ്റിഫായിട്ട് നിൽക്കുന്ന തരത്തിലുള്ള പേപ്പർ തന്നെ വേണം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ ഒരു സംഭവമാണ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. സോ അതിനുശേഷം ഇതിനെ നന്നായിട്ട് പ്രസ് ചെയ്യുക, അത് മറക്കാതിരിക്കുക, എന്നാലേ നമുക്കത് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. അതുകൊണ്ടാണ്. എന്നിട്ട് അതിനെ നിവർത്തിയതിന് ശേഷം ഇങ്ങനെ മുകളിലോട്ടൊന്ന് മടക്കുക. ഓക്കെ, വരകൾ ഇങ്ങനെ നീളമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് വേണം മടക്കാനായിട്ട്. ഓക്കെ, ഈ വരൻ്റെ ഒപ്പം കയറ്റി മടക്കരുത്. സോ ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇത് ഇതേപോലെ തന്നെ മടക്കണേ. മുകളിൽ നിന്ന് താഴോട്ട് മടക്കുക. എന്നിട്ട് അപ്പുറത്തെ സൈഡ് തിരിച്ചു വെച്ചിട്ട് അപ്പുറത്തെ സൈഡും ഇതേപോലെ മുകളിൽ നിന്ന് താഴോട്ട് തന്നെ മടക്കുക. ഓക്കെ, സോ ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇതും നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിഫായിട്ട് വരാൻ വേണ്ടിയിട്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇങ്ങനെ നമ്മൾ ഇത്തിരി എപ്പോഴും മടക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അതേപോലെ തന്നെ ഒന്നങ്ങട് ഒന്നിങ്ങട് എന്നുള്ള രീതിക്ക് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് തന്നെ മടക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ചിട്ട് തന്നെ പ്രസ് ചെയ്താൽ മതി, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് കറക്റ്റായിട്ട് ആ ഒരു രീതിക്ക് വന്നിട്ടുണ്ടായിരിക്കണം. സോ ഇതേപോലെ ഒരു സാധനമായിരിക്കും നമ്മളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരിക്കുക. ഇനിയാണ് നമുക്ക് ആക്ച്വലി ചെയ്യാനുള്ളത്. ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു സാധനം ഇങ്ങനെ മുകളിലേക്ക് നിൽക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ അതിനിങ്ങനെ പതുക്കെ ഒന്ന് വലിച്ചെടുക്കുക. ഇത് ഇത്തിരി ഒരു ക്ഷമയോടുകൂടി ചെയ്യേണ്ടതാണ്. ഇതിങ്ങനെ വലിക്കുമ്പോൾ ചിലപ്പോൾ വരില്ല. അപ്പോൾ കുറച്ചും കൂടെ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് നമ്മൾ ഇങ്ങനെ വിടർത്തി എടുത്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് വരുന്നതായിരിക്കും. എന്നിട്ട് ചെറുതായിട്ടൊന്നും ഇങ്ങനെ പ്രസ് ചെയ്യുക. അപ്പോൾ താഴെ ഇങ്ങനെ ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ കിട്ടും. ഇത് വലിയ പ്രശ്നമുള്ള പരിപാടിയൊന്നുമല്ല. എന്നിട്ട് അപ്പുറത്തെ സൈഡും ഇങ്ങനെ തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡ് ഒരെണ്ണുണ്ടാവും. അതും ഇതേപോലെ ഒന്ന് വിടർത്തിയെടുത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ W ഷേപ്പിൽ ഒരു സാധനം കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ഇങ്ങനെ ആയിരിക്കും അതുണ്ടായിരിക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക, അത് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ നമുക്ക് 5 എണ്ണമാണ് ആവശ്യമുള്ളത്. സോ അങ്ങനെ 5 എണ്ണം ഉണ്ടാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇതിനൊന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സോ ഇങ്ങനെ ഒരെണ്ണത്തിൻ്റെ മുകളിൽ മറ്റൊരെണ്ണം വരുന്ന രീതിക്ക് വേണം നമ്മൾ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. സോ ഇങ്ങനെ ഒരെണ്ണത്തിൻ്റെ മുകളിൽ ഗമ്മ് തയ്ക്കുക, എന്നിട്ട് അടുത്തതെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഗമ്മ് തയ്ക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് അടുത്തതെടുത്ത് ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് 5 എണ്ണം ഒട്ടിക്കാനുണ്ട്. ആ ഒരെണ്ണം വിടർത്തിയെടുക്കുന്ന ആ ഒരു കാര്യത്തിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കിട്ടാതിരിക്കുകയോ അങ്ങനെ വരാനുള്ള സാധ്യതകളുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതും വലിയ പ്രശ്നമുള്ളതൊന്നുമല്ല. നിങ്ങൾക്ക് ഇങ്ങനെ വലിക്കുമ്പോൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് നന്നായി വലിച്ച് പേപ്പർ കീറിക്കരുത്. കുറച്ചൊരു ക്ഷമയോടുകൂടി അതിങ്ങനെ ഒന്ന് വിടർത്തിയെടുത്തിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. സോ അപ്പോൾ നമുക്ക് ഈ 5 എണ്ണം ഇങ്ങനെ കറക്റ്റായിട്ട് ഒട്ടിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒട്ടിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് ചെയ്യുക, നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക, അത് വിട്ട് വരാനായിട്ട് പാടില്ല. സോ എല്ലാവരുടെയും ഒട്ടിയിട്ടില്ലേ
എന്നുള്ളതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് പ്രത്യേകിച്ച് അതിൽ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ ഇങ്ങനെ 5ാമത്തെയും ഒട്ടിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. ഇപ്പം തന്നെ കാണാൻ ആക്ച്വലി ഒരു ഭംഗിയൊക്കെ ഇല്ലേ, നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കളിക്കാൻ പറ്റുന്ന ലൈക്ക് ഇങ്ങനെ ഇളക്കി കളിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സംഭവമായിട്ട് മാറിക്കഴിഞ്ഞു. ഇത് തന്നെ കുട്ടികൾക്ക് ഇഷ്ടമാവാറുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ അറ്റത്തെയും ആ അറ്റത്തെയും കാര്യങ്ങൾ തമ്മിൽ ഒട്ടിക്കുക എന്നുള്ളതാണ്. അതായത് ഇങ്ങനെ നമുക്ക് ഒട്ടിക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഒരു സൈഡ് നമ്മൾ കറക്റ്റായിട്ട് ഗമ്മ് തേക്കുക. സോ ഇത് ശ്രദ്ധിച്ചിട്ട് ഒട്ടിക്കുക. കാരണം ഇവിടെ ആവുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഗ്രിപ്പ് കിട്ടില്ലല്ലോ. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്കത് കിട്ടും. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. സോ ഇതിങ്ങനെ കറക്റ്റായിട്ട് ഒട്ടിക്കുക. ഓക്കെ, ഇത് കറക്റ്റായിട്ട് ഒട്ടിയിട്ടുണ്ടായിരിക്കണം. ഒരിക്കലും ഈ ഒട്ടിച്ചത് വിട്ട് വരാനായിട്ട് പാടില്ല. അങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്. സോ ഒന്ന് ക്ഷമയോടെ ശ്രദ്ധിച്ചിട്ട് എല്ലാവരുടെയും കറക്റ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റായിട്ട് അത് ഒട്ടിയിട്ടില്ലേ എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്താം. ഓക്കെ, ഇങ്ങനെ കറക്റ്റായിട്ടൊന്ന് ഒട്ടാനുള്ള ഒരു ഗ്യാപ്പ് അതിന് കൊടുക്കുക. അപ്പോഴത്തേക്കും എടുത്ത് ഒന്നും ചെയ്യരുത്. കാരണം അത് വിട്ട് വന്നു എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഒട്ടിയിട്ടില്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, സോ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാനുള്ളത്. സോ ഇതിങ്ങനെ നമുക്ക് സ്പിൻ ചെയ്ത് കളിക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. ഇത് അങ്ങടോ ഇങ്ങടോ വേണമെങ്കിൽ നമുക്ക് സ്പിൻ ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് സ്ട്രെസ്സൊക്കെ റിലീവ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സ്ട്രെസ് റിലീവ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് മിസ് ചെയ്ത് ഉണ്ടാക്കാൻ തന്നെ എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് സ്ട്രെസ്സാണല്ലോ എന്നും പറഞ്ഞ് വരരുത്. കുറച്ചൊരു ക്ഷമയോടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുള്ള പേപ്പർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. എല്ലാം ഒരേ കളർ യൂസ് ചെയ്യാം, ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാം. കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കുന്ന പേപ്പർ യൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് ഇങ്ങനെ കുഴഞ്ഞു പോകുന്ന ടൈപ്പ് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടില്ല. അതുകൊണ്ടാണ്. സോ അത് മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ പറയുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ആൻഡ് ഡു സപ്പോർട്ട് us. Please subscribe. So see you in our next video. Mahalo.